നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആകുന്നത് എപ്പോഴാണെന്നാണ് ചിന്തിക്കുന്നത്? നിങ്ങൾ 10 ഫുൾ എ പ്ലസ് മേടിക്കുമ്പോഴാണോ? അല്ലെങ്കിൽ +2 ഫുൾ എ പ്ലസ് മേടിക്കുമ്പോഴാണോ? എല്ലാം പോട്ടെ, ഡിഗ്രി പാസ്സായാലാണോ? അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുമ്പോഴാണോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോഴാണോ? ഇതൊന്നും അല്ല സത്യം പറഞ്ഞാൽ ലൈഫിലെ സക്സസ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കാശ് വരുമ്പോഴാണ്. നിങ്ങളോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ അസൂയപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ജീവിതം ആഘോഷിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കാശ് നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആയെന്നത് മറ്റുള്ളവർ പറയത്തുള്ളൂ. വേറെ പലരും പല രീതിയിൽ ആഖ്യാനങ്ങൾ പറയാം. ഒരു പക്ഷേ ഇന്നത് നേടിയെടുക്കുമ്പോഴായിരിക്കും സക്സസ് വരുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കല്യാണം കഴിക്കുമ്പോഴാണ് സക്സസ് വരുന്നത് എന്നൊക്കെ പറയും. എന്നാലും അൾട്ടിമേറ്റ് നമുക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ക്യാഷ് എന്ന് പറയുന്ന ഫാക്ടർ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഈ അതിജീവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിജീവനത്തിനായുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ആണെന്ന് പറയേണ്ടി വരും. ഇല്ലെങ്കിൽ അതങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വരുന്നത്. നമ്മൾ വസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യം സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും നന്നായിട്ട് പറയുകയാണെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥ തന്നെയാണ് ഇപ്പോഴും പല ബിസിനസ്സുകാരും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ്, അതിൻ്റെ ഒരു നൈപുണ്യം പലരിലും വ്യത്യസ്തമായിരിക്കാം. ആ വ്യത്യസ്തത ഏറ്റവും കൂടുതലുള്ള ആൾ ഏറ്റവും വലിയ കോടീശ്വരനാവും. അല്ലെങ്കിൽ അയാൾക്ക് ആ കഴിവ് കൂടുന്തോറും അയാളുടെ പണവും അയാൾ സമ്പാദിക്കുന്ന രീതിയും കൂടും. ആ കഴിവ് കുറയുന്ന ആളാണെങ്കിൽ ഒരു പരിധി വരെ പണം സമ്പാദിക്കുന്നതിലും ഇല്ലേ പണം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിലൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു കഴിവ് കേട് കാണുമെന്ന് പറയാം. അതായത് വലുതായിട്ട് കോടീശ്വരനാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനത്തെ സ്കില്ല് നിങ്ങളും അങ്ങനത്തെ സ്കില്ലുകൾ ഉറപ്പായിട്ടും നിങ്ങൾ നേടിയെടുക്കേണ്ടതാണ്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടത്തില്ല, നിങ്ങൾ തന്നെ നേടിയെടുക്കണം. ഈ പണം നേരിടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം വേണം. നമ്മളിപ്പം ഏത്തിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ വളരെയധികം കൂടി വരികയാണെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ വിശ്വാസം എപ്പോഴും നല്ലതാണ്. പണം ഒരു പരിധി വരെ മനുഷ്യനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവൻ്റെ വിശ്വാസത്തെ വരെ സ്വാധീനിക്കുന്ന കാര്യം തന്നെയാണ് പണം. അതുകൊണ്ട് തന്നെ പണത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം എന്തുകൊണ്ടും വളരെയധികം നല്ലതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനെ നേരിടാനുള്ള ധൈര്യം വേണം. ബിസിനസ് ചെയ്യുന്നവൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരിക്കാം എന്ത് നേരിടാനുള്ള കഴിവ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എത്ര നഷ്ടം വന്നാലും എത്ര ലാഭം വന്നാലും അയാൾ ഒരു കൃത്യമായ നിലപാടിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ പാതയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. എത്ര വലിയ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ നിന്ന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകൾ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടത്തെ എങ്ങനെ നേരിടാം എന്നുള്ളതും അയാൾ കണ്ടുപിടിക്കും. ആ ഒരു ധൈര്യമാണ് ഏറ്റവും ബിസിനസ്സുമാന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അടുത്തൊരു ക്വാളിറ്റിയാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അപകട സാധ്യതകൾ മുൻകൂട്ടി കാണുക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലാഭം വരുമ്പോഴും ഇല്ലെങ്കിൽ നഷ്ടം വരുമ്പോഴും, ലാഭം വരുന്നത് ഒരു അപകടമാണെന്ന് പറയുന്നില്ല, പക്ഷെ നഷ്ടം വരുന്നത് മുൻകൂട്ടി കാണുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു കോടീശ്വരൻ, ബിസിനസ്സുകാർക്കേ കോടീശ്വരനാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ബിസിനസ്സുകാരെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും ഈ അപകടം മുൻനിർത്തി, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടം ഉണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ലോസ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വലിയൊരു അപകടം വരാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ മുൻകൂട്ടി വീക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ മണി സേവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ. അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പണമുണ്ട്. ഈ പണം നിങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് 4 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണം വേണം. സ്വഭാവവും പണവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ഇപ്പോൾ കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും പണം എന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും എല്ലാ രീതിയിലും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തന്നെ വിശ്വസിക്കണം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങളുടെ സ്വഭാവവും പണവും തമ്മിൽ വളരെ അടിസ്ഥാനമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങളെ സുരക്ഷിതമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളിമ വേണം. ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും എളിമയോടെ ചിന്തിക്കുന്നവനാണ്. ഒരു പരിധിവരെ മുതലാളിത്തം കാണിക്കുമെങ്കിൽ പോലും അദ്ദേഹം എളിമയോടെ ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിന് സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് പണം എപ്പോഴും പിശുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. പിശുക്കെന്നുള്ള വിളിയൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഈ പിശുക്ക് സ്വഭാവമുള്ളവരുടെ കയ്യിലാണ് ഇപ്പോൾ പണമുള്ളത്. കാരണം അവർക്കറിയാം എന്ത് വേണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടായിരിക്കാം അവരെല്ലാം ഈ പണം കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ അവർ ഉപയോഗിക്കുന്നു, അനാവശ്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നു. അതാണ് ഇവർ പിശുക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഒരു പരിധി വരെ കുറേ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ പിശുക്ക് ജീവിച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷേ എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും
നിങ്ങൾ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നിങ്ങൾക്ക് സമാധാനപരമായിട്ടും ആഘോഷമായിട്ടും ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിശുക്കുള്ളത് വളരെ നല്ലതായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭാഗ്യം എന്നുള്ളത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇത്രത്തോളം പണം വന്നതിന്റെ ഭാഗ്യം ഒരു പരിധിവരെ നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പണം വന്നത്. എന്നാൽ പോലും നിങ്ങളെപ്പോലെ തന്നെ പരിശ്രമിച്ച 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 99 പേർക്കും ചിലപ്പോൾ ഈ സക്സസ് അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത സക്സസ് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴും മലയാള സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നത്. ഈ 100 പേർക്ക് ഒരിക്കലും മലയാളത്തിൻ്റെ നല്ലൊരു നടനാകാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് നിന്ന് ചിലപ്പോൾ 2 പേര് മാത്രമായിരിക്കാം ഇപ്പം മലയാള സിനിമ അറിയുന്ന ഒരു നടനാവുന്നത്. ഈ നടന് ആ ഒരു ഭാഗ്യം കിട്ടിയത് തീർച്ചയായിട്ടും ആ ഒരു ഭാഗ്യത്തിൽ നിന്നും കിട്ടുന്ന മണി, ആ മണി അതായത് ആ നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വാല്യൂ ഇല്ലെങ്കിൽ ക്യാഷ്, ആ ഒരു ഭാഗ്യം എടുത്ത് പറയേണ്ടതാണ്. ആ ഭാഗ്യം എപ്പോഴും നിങ്ങൾ നിലനിർത്തേണ്ടതും ഇല്ലെങ്കിൽ ആ ഭാഗ്യത്തിനെ എപ്പോഴും അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മണി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആ ഒരു ബോധ്യമുള്ള വ്യക്തി പണം ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാനും ഏറ്റവും സുരക്ഷിതമാക്കാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇല്ലെങ്കിൽ അയാളുടെ ബോധ്യത്തിൽ അയാളുടെ ഉപബോധ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത കാണുന്നുണ്ട്. ഈ 4 ഘടകമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സമ്പാദിച്ച മണി സുരക്ഷിതമാക്കി നിങ്ങളുടെ കൂടെ നിർത്താൻ സഹായിക്കുകയുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയും. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ മനസ്സിലാക്കും ഈ പണം എന്നത് ഇത്ര എളുപ്പത്തിൽ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കാര്യം അല്ലെങ്കിൽ പണം നേടിയെടുക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഇല്ലെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ടൊന്നും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു സത്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. വളർച്ചയോ ബുദ്ധിശക്തിയോ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാനുള്ള ഒരു ഉൾക്കാഴ്ചയോ ഇതൊന്നുമല്ല സത്യം പറഞ്ഞാൽ നിങ്ങളെ ധനികനാക്കുന്നത്. അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സക്സസ്ഫുള്ളി ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിനൊരു ഡൗൺ വന്നു അല്ലെങ്കിൽ ആ ബിസിനസ് നഷ്ടത്തിലാകുമ്പോൾ ആ നഷ്ടത്തെ നിങ്ങൾ മുൻകൂട്ടി കണ്ടതോ അല്ലെങ്കിൽ ആ നഷ്ടത്തെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ അതൊന്നുമല്ല. ആ നഷ്ടത്തിന് നിങ്ങൾ ആ ബിസിനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നഷ്ടം വന്നാൽ നിങ്ങൾ ഇട്ടേച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ തോറ്റു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു പണക്കാരനാവില്ല. ആ നഷ്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു നിർത്തി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രോഫിറ്റ് കൂട്ടുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു ധനികനാകുന്നത്. അത് തന്നെയാണ് ഈ അതിജീവനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിടിച്ചു നിൽക്കുക ഇല്ലെങ്കിൽ പിടിച്ചു നിന്നിടത്ത് നിന്നും എഴുന്നേറ്റ് വരിക, അതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ അതിജീവനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അതിജീവനം തന്നെയാണ് നിങ്ങളെ ഒരു ധനികനാക്കി മാറ്റുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഈ അതിജീവനം എന്ന് പറയുന്ന അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവാണ് നിങ്ങൾ ഏത് ബിസിനസ് തന്ത്രത്തിലും ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിലും ഷെയർ മാർക്കറ്റ് ആണെങ്കിലും അത് ഈ അതിജീവനത്തിലൂടെയാണ് സാധിക്കുന്നത്. ഒരു ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ കുറേ നാൾ ഒരു ലാഭം ഉണ്ടായെന്ന് വരില്ല. തീർച്ചയായിട്ടും ആ ലാഭമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇറങ്ങിപ്പോകരുത്. അവിടെ പിടിച്ചു നിൽക്കും. ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി മനസ്സിലാക്കി പ്രവർത്തിക്കും. ഈ ഷെയർ മാർക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നത്. കോമ്പൗണ്ടിങ് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞുതരാം. ഇരട്ടിക്കുന്ന പ്രക്രിയ. 1 2 ആകും, 2 4 ആകും, 4 8 ആകും, 8 16 ആകും, 16 32 ആകും, 32 64 ആകും. അങ്ങനെ കൂടി 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 എത്രയാണെന്നോ ഇല്ലെങ്കിൽ ഒരു ഭീമമായ സംഖ്യയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട, അതൊക്കെ നിങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായിട്ട് തന്നെ അറിയാം. അങ്ങനെ ഒരു തരത്തിൽ പോകുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഈ പിടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ കഴിവാണ് നിങ്ങളെ ധനികനാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഷെയർ മാർക്കറ്റിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും നിങ്ങളൊന്ന് പ്രയോഗിച്ചു നോക്കണം. ആദ്യത്തെ 1 വർഷം കൊണ്ട് ഒരു ലാഭം ഉണ്ടായില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനും പാടില്ല. പിടിച്ചു നിൽക്കണം. നിങ്ങൾ അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ സക്സസ് ആകുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു വർഷങ്ങൾക്കിടയിൽ മേ ബി നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിരിച്ചടികൾ ഉണ്ടാകും, അത് തീർച്ചയാണ്. എന്നാലും അതിനൊന്നും വീഴാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സ്വതന്ത്രനാകാനും ഇല്ലെങ്കിൽ സമ്പന്നനാകാനും സാധിക്കുകയുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരന്മാരിൽ ഒരാളായ വാറൻ ബഫറ്റിനെ പറ്റി നിങ്ങൾക്കറിയാം. ഏകദേശം 14 സാമ്പത്തിക മാന്ദ്യമാണ് അദ്ദേഹം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ സഹപ്രവർത്തകരോ വീട്ടുകാരോ പറഞ്ഞത് കേട്ടിട്ട് ഒന്നും ചെയ്യാൻ നിന്നില്ല. അദ്ദേഹം അതിൽ തന്നെ പിടിച്ചു നിന്നു, അതായത് അതിജീവിച്ചു നിന്നു. അതിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ലോകമറിയപ്പെടുന്ന ഇല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ എക്സാമ്പിളും.
അതിജീവനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമ്പത്ത് സ്വരൂപിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണവും ഇദ്ദേഹം തന്നെയാണ്. ഇത്രയും വലിയ സാമ്പത്തിക മാന്ദ്യം വന്നിട്ടും അദ്ദേഹത്തിന്റെ ഷെയറുകളൊന്നും വിൽക്കാൻ നിന്നില്ല. അദ്ദേഹം അത് അതേപടി സൂക്ഷിച്ചു വെച്ചു. മറ്റുള്ളവരെല്ലാം വിൽക്കുന്നത് കണ്ട് പേടിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം വെറും പുഞ്ചിരിയോടെ നോക്കി നിന്നു. അതിന്റെ പ്രതിഫലമാണ് അദ്ദേഹം ഇപ്പോൾ ശതകോടീശ്വരനായതിന്റെ പ്രധാനപ്പെട്ട കാരണം. വാറൻ ബഫറ്റിന്റെ കഥ പറയുന്നതിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു പേരാണ് ചാർലി മഞ്ചറും റിക് ഗൂറിലും. വാറും ചാർലിയുമാണ് ഇപ്പോൾ ഷെയർ മാർക്കറ്റിന്റെ തലവൻ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ റിക് ഗൂറിയുടെ കഥ ഇച്ചിരി വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ഈ 3 പേരുടെയും കഥയാണ് ഇപ്പോൾ അതിജീവനം എന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 2 പേരും 40 വർഷത്തിന് മുമ്പ് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് റിക്കിന് പെട്ടെന്ന് തന്നെ കോടീശ്വരനാകണമെന്ന ചിന്ത വന്നു. ആ ഒരു സമയത്ത് ഷെയർ മാർക്കറ്റിന്റെ അധംപതനം കണ്ടപ്പോൾ, സാമ്പത്തിക മാന്ദ്യം കണ്ടപ്പോൾ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഷെയറുകളെല്ലാം കിട്ടുന്ന വിലയ്ക്ക് വിറ്റു. പിടിച്ചു നിന്നാൽ ഇനി കിട്ടുന്നതും കൂടെ പോകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചു തുകയിലൂടെ അദ്ദേഹം ലാഭം കണ്ടെത്തി. അതിനുശേഷം ഷെയർ മാർക്കറ്റിൽ പ്രക്ഷോഭിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ ഈ 2 കൂട്ടുകാരും 40 വർഷത്തിലധികം വീണ്ടും അതിജീവനം നടത്തി. ഷെയർ മാർക്കറ്റിലെ സാമ്പത്തിക മാന്ദ്യം മനസ്സിലാക്കി പിടിച്ചു നിന്നു. വീണ്ടും ഷെയർ മേടിക്കാനും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 1 2 ആകാനും 2 4 ആകാനും 4 8 ആകാനും കാത്തിരുന്നു. അത്തരത്തിലൂടെ ഇവർ 2 പേരും ഇപ്പോൾ നമ്മൾക്ക് പോലും വിചാരിക്കാൻ പറ്റുന്ന വലിയൊരു തുകയുടെ ഉടമസ്ഥരാണ്. അങ്ങനെ 2 പേരും ലോകമറിയപ്പെടുന്ന ധനകോടീശ്വരന്മാരായി. ഈ 3 പേരുടെയും ഒരു കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പേർക്കും പണം ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. എന്നാൽ റിക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇല്ലെങ്കിൽ പണം എങ്ങനെ സൂക്ഷിക്കാം, പണക്കാരനായി എങ്ങനെ നിലനിൽക്കാം എന്നതിനെക്കുറിച്ച് റിക്കിന് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ചാൾസും വാറും ഇതിനെപ്പറ്റി കൃത്യമായി ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ 2 പേരും സമ്പത്തിനെ എങ്ങനെ വിനിയോഗിച്ചു. അതുകൊണ്ട് തന്നെ അവർ 2 പേരും അതിജീവനം എന്ന കാര്യത്തിലൂടെ ഊന്നിയിരുന്ന് അവരുടെ പണം സുരക്ഷിതമാക്കി. അതിലൂടെ അവർ ഇന്നും ലോകത്തിലെ കോടീശ്വരന്മാരായിട്ട് അറിയപ്പെടുന്നുണ്ട്. സമ്പത്ത് വിനിയോഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ നിലനിൽക്കുകയുള്ളൂ. സമ്പത്ത് വിനിയോഗിക്കേണ്ട രീതി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ പണം നിലനിൽക്കുകയുള്ളൂ. അതുതന്നെ നിങ്ങൾക്ക് വലിയ നഷ്ടത്തിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതകളുണ്ടാകും. അത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യവും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഒരു കോടീശ്വരനാകാൻ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്ത് പണം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ.